ഇനി നമുക്ക് മൊഡ്യൂൾ 3 പോവാം. മൊഡ്യൂൾ 3 ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ് കുളോംസ് ലോ, റൈറ്റ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. വളരെ സിമ്പിളായ ലോ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലോ ആണ്, നിർബന്ധം പഠിക്കണം. ഇത് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചില്ല എങ്കിലും എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചു വെക്കാം. ഈ ഇക്വേഷൻ F = 1/4πε0 Q1 Q2/r². ഈ ഫിഗർ വരച്ചാൽ മാർക്കായി. ഓക്കെ, ഇത്രയെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. ഇത് സംഭവം അത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. കുളംസ് ലോ പറഞ്ഞ എത്രയാണ്? കുളംസ് ലോ, ദ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ two electric charges is directly proportional to product of charges and inversely proportional to square of the distance between them. അതായത് ഒന്നുമില്ല, രണ്ട് ചാർജ് വെക്കാണ്, ഇവിടെ ചാർജ് ഇതിനെ Q1 എന്ന് വിളിച്ചു, ഇതിനെ Q2 എന്ന് വിളിച്ചു. തമ്മിലുള്ള സെപ്പറേഷനെ ഞാൻ ഡിസ്റ്റൻസിനെ നമ്മൾ R എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? 1/4πε0 ഈ Q1ന്റെയും Q2ന്റെയും ഗുണനഫലം ഡിവൈഡ് ബൈ ഇതിന്റെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും Q1 Q2, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും 1/r². എന്ന് പറഞ്ഞാൽ ഈ Q1 Q2 എന്ന് പറഞ്ഞ സംഖ്യ കൂടുമ്പോൾ ഫോഴ്സ് കൂടും, ഡിസ്റ്റൻസ് സ്ക്വയർ കുറയുമ്പോൾ ഫോഴ്സ് കൂടുക ചെയ്യാം. നിങ്ങൾക്ക് സിമ്പിളായി കളിച്ചാൽ മതി. എന്താണ് ഇത്? പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്, ചാർജ് ആയിരുക. ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അട്രാക്ഷൻ കൂടൂലേ? തമ്മിൽ അട്രാക്ഷൻ കൂടൂലേ? ഡിസ്റ്റൻസ് കുറയുമ്പോഴാണ് അട്രാക്ഷൻ കൂടുന്നത്. ഏകദേശം ഈ ചാർജിന്റെ വലിപ്പം രണ്ടും കൂടിയാലും എന്ത് ചെയ്യും? അട്രാക്ഷൻ കൂടും. അതാണ് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. എന്തായാലും ഇക്വേഷനും ഈ പറഞ്ഞ ഈ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഉണ്ടായിരിക്കണം എന്തായാലും കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ രണ്ട് ലോസ് ഉള്ളത്. ഒന്ന് ഫാരഡേസ് ഫസ്റ്റ് ലോ, ഫാരഡേസ് സെക്കൻഡ് ലോ. നിങ്ങൾ മാത്രം എഴുതി കേട്ടോ, സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കണേ. ഒന്നാമത്തെ ലോ പറഞ്ഞത്രേ ഉള്ളൂ. പിന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റ് വിത്ത് സർക്യൂട്ട് ചേഞ്ചസ് ആൻഡ് EMF ഇൻഡ്യൂസ് ഇൻ ദ സർക്യൂട്ട്. അത് നിങ്ങൾ അങ്ങനെ പഠിക്കുക. വിശദമായിട്ടൊന്നും പറഞ്ഞു പോകണമെന്നില്ല. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് മാറ്റം വരുമ്പോൾ അവിടെ EMF ഉണ്ടാവുക, ഇത്ര കൊടുത്താൽ മതി. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് മാറുമ്പോൾ EMF ഉണ്ടാവുന്നു. ആ പ്രതിഭാസമാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന EMF, അതായത് ഇൻഡ്യൂസർ EMF പ്രൊഡ്യൂസർ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അതായത് E = dφ/dt. ഈ dt-യുമായി റെപ്രസെന്റ് ചെയ്യുന്ന എന്താ പറയുക, റേറ്റ് ഓഫ് ചേഞ്ച്. റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞാൽ എന്താ? dt-യുമായിട്ട് ഹരിക്കാൻ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞു എന്ത്? മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം വന്നാൽ എന്തുണ്ടാവും? EMF ഉണ്ടാവും. അതാണ് ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ EMF, അതായത് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എത്രത്തോളം മാറുന്നോ അത്രത്തോളം EMF ഉണ്ടാവും. രണ്ടും ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇൻഡ്യൂസർ EMF എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ് EMF എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റിന് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ എഴുതിച്ചാൽ മതി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എഴുതുക, രണ്ടാമത്തെ ലോ എഴുതിയിട്ട് ഈ ഇക്വേഷൻ എഴുതിച്ചാൽ മതി. ഓക്കെ, ഇത് ഫൈന്ന് വായിക്കട്ടോ. ഫൈ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്നാണ് വായിക്കുക. ഓക്കെ, പത്രം നോർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് സീരീസ് കോമ്പിനേഷൻ ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് ടു റെസിസ്റ്റേഴ്സിന്റെ സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട്. സംഭവം വളരെ സിമ്പിൾ ആണ്. നോക്കാം. അപ്പോൾ ഇതാണ് ഫിഗർ. ഈ ഫിഗറിൽ ഫസ്റ്റത്തെ ഫിഗറാണ് സീരീസ് കണക്ഷൻ എന്ന് പറയും. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് വെക്കുക. ഇങ്ങനെ വെക്കുക എന്ന് വെച്ചാൽ മാലയിൽ മുത്ത് കോർക്കും പോലെ വെക്കുക. ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് ഉണ്ട്. ഈ കണക്ഷനാണ് എന്ത്? സീരീസ് കണക്ഷൻ. പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ പാരലായിട്ട് വെക്കുക, അടിക്ക് വെക്കുക. ഇതാണ് പാരലൽ കണക്ഷൻ. സീരീസ് കണക്ഷൻ ആകുമ്പോൾ ആകെ ഉള്ള റെസിസ്റ്റൻസിന്റെ എമൗണ്ട് കാണാൻ, അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ R = R1 + R2 ആണ്. ഇത് ബൈ ഹാർട്ട് ചെയ്യുക. ഇനി പാരലൽ കണക്ഷൻ ആണെങ്കിൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ, അല്ലെങ്കിൽ ആകെ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ R1 × R2/R ആണ്. നിങ്ങൾ ഇത് എന്തായാലും പഠിക്കണം കേട്ടോ. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കും. പ്രോബ്ലം ചോദിക്കുക സിമ്പിൾ ആണ്. എന്താണ്? ഇപ്പോൾ ഇത് 6 വയ്ക്കും, ഇത് 7 വയ്ക്കും. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 7 കൂട്ടിയതേ കാരണം 6 + 7. ഇവിടെ എന്താ വരിക? 6 7 ആണെങ്കിൽ അപ്പോൾ R1 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6 × 7 / 6 + 7 ആയിരിക്കും. ഇവിടെ ഒരു കേട്ടോ. ഓക്കെ, ഇവിടെ R2 ഉണ്ട്, R1 + R2. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. സിമ്പിൾ ആണല്ലോ. അത് വെച്ച് പ്രോബ്ലം ചോദിക്കൂട്ടാ. പ്രോബ്ലം ഒക്കെ നോക്കണേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ. ഇനി ഈ മൊഡ്യൂളിൽ 2 പ്രധാനപ്പെട്ട എസ്സേകളുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഒന്നാമത്തത് മൂവിങ് കോയിൽ കാലിലോമീറ്ററും, രണ്ടാമത്തെ മീറ്റർ ബ്രിഡ്ജുമാണ്. ഇത് നമ്മൾ CBR ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ നോക്കുക. എന്തില്ലെങ്കിലും അതിൻ്റെ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും.